Can you hear me, brother? Hello? Yes, Uncle Kekam. Praise the Lord. Okay. Stotram. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. I give glory to God once again for such an opportunity that He has gifted us in this manner. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Now, in the journey of Israel, we are looking at how each step of their life, God has been teaching them valuable insights. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവരുടെ ഓരോ സ്റ്റെപ്പുകളിലും ഓരോ സന്ദർഭങ്ങളിലും ദൈവം അവരെ എങ്ങനെയാണ് നടത്തിയതെന്ന് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. In this journey, there we again recognized how it was God's presence valuable to them. God wanted them to realize that. അവരുടെ ആ മരുഭൂമി യാത്രയിൽ ദൈവം അവരെ പല നിലയിൽ അവരെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And now when we come to chapter 32, this is a point where they are sinning one of the very worst times in their life. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ ശോചനീയമായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. One of the areas they had to remember why God has been telling them not to worship other gods over there. നമ്മളിവിടെ ചിന്തിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അവർ വിഗ്രഹങ്ങളിലേക്ക് പോകരുത് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ വളരെ ശോചനീയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് സേചനം പോയതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. Now in America there is a place called Massachusetts. That's what I remember. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ ഓർക്കുന്നുണ്ട്. And in that place it is said over there that along with the other people, Christians who are there or any other religious denominations over there, there is a group of there is a group of witches over there. അവിടെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ അതുപോലെ ഒരു വിഗ്രഹങ്ങളുടെ ഒരു കാര്യം ഞങ്ങളവിടെ ശ്രദ്ധിച്ചതായിട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. And there it is very evident how people are turning their attention to such kind of activities over there. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് ആ കൊള്ളില്ലാത്ത കാര്യങ്ങളിലേക്ക് എങ്ങനെ അവരുടെ മനസ്സ് തിരിയുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ ഉദാഹരണം കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. In this particular time period, this is how Israel, they are turning to away from the living God and turning to idol worship over here. ജനം ആ ദൈവത്തിൽ നിന്ന് അകന്ന് അവർ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് കാണാം. And here is where God teaching them what is the importance of when God says He is holy and He is living with them. What is the importance of His presence amongst the people over there? ഈ അധ്യായത്തിലൂടെ ദൈവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അവർക്ക് ദൈവം തെളിയിച്ചു കൊടുക്കുന്നത്. എത്രയോ പ്രാധാന്യമാണ് ജീവനുള്ള ദൈവത്തിനുള്ളത് എന്നുള്ളത് ഇവിടെ ജനത്തിന് ദൈവം കാണിച്ചു കൊടുക്കുന്നു. When a holy God is living with the people of God, it is important the people of God recognize His presence over there. ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവമായിരിക്കാൽ ദൈവത്തിന്റെ സാന്നിധ്യം എത്രയോ വളരെ വലുതാണ് എന്നുള്ള കാര്യം അവർക്ക് തെളിയിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Looking at chapter 32, this is how a commentary writer, John Calvin, a preacher, says like this: the human heart is an idol factory. 32-ാമത്തെ അധ്യായത്തിൽ നിന്ന് ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു കർത്തദാസ് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ നിന്ന് അദ്ദേഹം പറയുകയുണ്ടായി. And it is important how in this chapter 32 we recognize the problem over here. The problem is not what they construct, the problem is lying in their heart over there.
ഈ 32-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് അത് ഇരിക്കുന്നത്. From the heart is flowing areas of hate, areas of attention away from God, and that is how they are constructing unwanted things over there in their life. അവരുടെ ഹൃദയം ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് അവരുടേതായിരിക്കുന്ന രീതിയിലുള്ള ഒരു ആരാധനയിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Now, we can take for example, we are a person who is addicted to drinking or smoking in his or her life over here. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഒരു വ്യക്തി മദ്യപാനിയായിരിക്കുന്ന ഒരാളുമായിട്ട് നമുക്കതിനെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചിന്തിക്കാം. Even the people who buy cigarettes, they have the full knowledge smoking kills and it is injurious to their health. ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം അത് വലിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ഒരു വിപത്തുണ്ട് അല്ലെങ്കിൽ വലിയ രോഗമുണ്ടാകും എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിലും അദ്ദേഹം അത് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The very people who even manufactures them writes it very clearly over there. Smoking is injurious to their health over there. അതുണ്ടാക്കുന്ന കമ്പനികൾ തന്നെ അതിൽ എഴുതി വച്ചിട്ടുണ്ട്, അത് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് അതിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. But it is funny how people are even attracted again to do that. പക്ഷേ വളരെ രസകരമെന്ന് പറയട്ടെ, അങ്ങനെ ഉണ്ടായിട്ടും അവരത് പിന്നെയും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. I remember in my childhood when my parents says it is dangerous, if I try it, I will be scared of the rod that is coming after me. Once again, brother. In my childhood, I remember when my parents say don't do it and I do it, I am scared of the rod that comes after me for my mischief. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നോട് വളരെ ബുദ്ധിപൂർവ്വം ബുദ്ധി ഉപദേശിക്കുമായിരുന്നു. റോഡിലൂടെ കൃത്യമായിട്ട് നടന്നു പോകണം എന്നുള്ള ഒരു കാര്യമൊക്കെ എന്നോട് ബുദ്ധി ഉപദേശം ചെയ്യുമായിരുന്നു. And I used to be afraid when I disobey, the rod used to come, they are beating. ഞാൻ റോഡിലൂടെ എല്ലാം നിയമം തെറ്റിച്ചൊക്കെ പോവുകയാണെങ്കിൽ എനിക്കത് ഭയമായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ വളരെ ശിക്ഷിക്കുമെന്നുള്ളൊരു ഭയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. So when such people who are drinking, such people who are smoking, what is happening to them is, it is where they are building their idol in their heart. Oh, I can find happiness only in the cigarette. When I take a cigarette or drink a liquor, I can find happiness over there. That comes from their areas of their heart over there. കുടിക്കുന്നവരും മദ്യപിക്കുന്നവരും അതുപോലെ സിഗരറ്റ് എല്ലാം വലിക്കുന്നവരുടെ ജീവിതത്തിൽ അവരുടെ ഏക സന്തോഷം എന്ന് പറയുന്നത് അത് കുടിക്കുന്നതും അതുപോലെ വലിക്കുന്നതും ആയിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് അവർക്ക് തോന്നാറുള്ളത്. So the Bible is drawing our attention over here. Don't look at chapter 32 and say, oh, Israel worshipped a big rock over there. No, Bible is teaching us anything that takes our happiness or place away from God is an idol. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കാണുന്നുണ്ട്, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല, മറിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ അല്ലാതെ എന്തെങ്കിലും കൂടുതൽ ആശ്രയിക്കുകയോ ദൈവത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കുകയോ അതുപോലെ നമ്മൾ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. Many people today construct a theory that idolatry is not a problem in our life. പലപ്പോഴും ഇങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ടാക്കിയിട്ടുണ്ട്, വിഗ്രഹങ്ങളെ സേവിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിട്ട് ചിലർ കാണുന്നുണ്ട്. In this world of corporate culture, today's world, people think only job is important, where people should be fully paying attention to work only over there. ഈ ലോകത്തിൽ ഇപ്പോഴത്തുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുകയും അതുപോലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ജോലി കാര്യങ്ങളിലാണ്. എപ്പോഴും ജോലി എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ തലമുറകൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. I'm not saying work is not important. Bible clearly says if you do not work, do not eat over there. ഞാൻ പറയുന്നത് ജോലി ചെയ്യുന്നത് തെറ്റ് അല്ല എന്നാണ്, എന്നാൽ ജോലി നമ്മൾ ചെയ്യണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാത്തവർ
ഭക്ഷണം കഴിക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ജോലിക്ക് പ്രാധാന്യമുണ്ട്. But it is important, where are we laying our priority? Is work overtaking our priority for God? എന്നാൽ എവിടെയാണ് നമ്മുടെ മുൻഗണന നൽകുന്നത്? ഏതിനാണ് നമ്മൾ മുൻഗണന നൽകുന്നത്? ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വിഗ്രഹമായിട്ടാണ് ഇരിക്കുന്നത്. We place idols, construct models where we live away from God. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഗ്രഹങ്ങളെ നമ്മൾ മാതൃകയാക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലപ്പെടുകയാണ് ചെയ്യുന്നത്. This is how a writer writes about idols in our human in 21st century. Idols are counterfeit gods where anything you give seek to give you happiness except away from Christ over there. 21ാമത്തെ നൂറ്റാണ്ടിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തെക്കാൾ കൂടുതലായിട്ട് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതെങ്കിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകലപ്പെടുകയാണ് അതുമൂലം ചെയ്യുന്നത്. So the Bible addresses, especially starting with the book of Jeremiah chapter 17 verse 9 and 10, the heart is the most area of wickedness over there. യിരെമ്യാവിന്റെ പുസ്തകം 17-8 വാക്യങ്ങൾ പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയമാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത്. Uncle, please read 17 verse 9 and 10 of Jeremiah to get a better picture of what we are discussing now. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. No, 9 and 10. 9 and 10. സോറി, യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരാരെങ്കിലും വായിക്കുന്നുണ്ടോ? വായിക്കുകയാണെങ്കിൽ വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സഹോദരന്മാരാരെങ്കിലും വായിക്കുന്നുണ്ടോ? 9-10 ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയെ, ഞാൻ ഹൃദയങ്ങളെ ചോദന ചെയ്തു, അന്തരങ്ങളെ പരീക്ഷിച്ചു, ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. Thank you, Uncle. Now, the passage is very clearly indicating a biblical theology over here. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവശാസ്ത്രപ്രകാരം നമുക്ക് നൽകുന്നത്. Dear listeners, please pay attention to what the scripture is addressing about one of the organs in our human body over here. ഇവിടെ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. And this organ in the human body, in the understanding or the view of God, this is where it has deceit, wickedness, and how man can go away from God. From this organ, it's mentioned very clearly. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഏറ്റവും എല്ലാറ്റിനുമേക്കാളും കൂടെ കപടവും അതുപോലെ വിഷയമുള്ളത്, അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ആ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ട്. That is why very clearly Jeremiah pinpoints in verse 10, the Lord who sees the heart, the Lord who tests the mind is going to reward each man accordingly. അതുകൊണ്ട് 17-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവിന്റെ ഈ പ്രവചന പ്രകാരം ദൈവം പറയുന്ന കാര്യമാണ്, യഹോവയെ, ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കും എന്ന് ദൈവം പറയുന്നു. So when I go through, coming back to chapter 32 of Exodus, when I go through chapter 32 this evening, the same, I'm asking myself a question: do I have an idol in my heart? തിരിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിലേക്ക് വരാൻ ഇവിടെ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. The Bible is addressing very clearly to us, is there an idol like Israel who worshipped a calf over there? നമ്മൾ ഈ വചനം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതെല്ലാം പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ഹൃദയത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വിഗ്രഹം വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും വിഗ്രഹങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യേണ്ടതാണ്. We might say we do not worship a stone or a rock over there. നമ്മൾ ഒരിക്കലും ഒരു
വിഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു ഒരു പാറയുണ്ടാക്കിയ വിഗ്രഹത്തെ ഒന്നും നമ്മൾ ആരാധിക്കാറില്ല. But it matters where is your heart. Is that area of deceit lying away from God over here? എന്നാൽ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ആയിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് വളരെ അകലപ്പെട്ട ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. In Acts of Apostles, Stephen the martyr says like this, how he addresses in their hearts turn back to Egypt over there. That's what mentions in Acts 7 verse 39 to 40. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 7-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള ആ വാക്യങ്ങളിലെ വിസർജനം എങ്ങനെയാണ് അവരുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് ആ കനാൻ ദേശത്തേക്ക് പോയത് എന്നുള്ള കാര്യം ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് നമ്മളോട് പറയുന്നുണ്ട്. Uncle, let us read that for understanding this picture over here. Let us turn to Acts 7 verse 39 to 40. ആർക്കെങ്കിലും വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. Uncle, thank you. That is what I want. Uncle, that is what I wanted. Thank you. They turned their human hearts to go back to Egypt instead of looking to God over there. ഇവിടെ നമ്മൾ 39-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവര് പിതാക്കന്മാർ അവരെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. For Israel, they were looking only at the luxury of their life to enjoy in the intricacies what they saw in Egypt over there. അവരവരുടെ പഴയ കാലത്തിലുള്ള അവരുടെ ആ മിസ്രൈമിലുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് അവർ പിന്തിരിഞ്ഞ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്. Even when God raised them to a joyful life, they were only telling God, I wanted back when I lived in Egypt. That was an idol worship in their life. അവരെ വളരെ സന്തോഷകരമായിരിക്കുന്ന കനാനിലേക്ക് അവരെ കൊണ്ടുപോകുന്നുവെങ്കിലും അവരുടെ ഹൃദയം പിന്നെയും ഈജിപ്തിന്റെ ആ മണ്ണിലേക്ക് അവരുടെ ഹൃദയം തിരിഞ്ഞതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. This is the problem with human life. Even when God has given us freedom, even when God has given us elevation from sin, we always look back to sin and then we turn to God and say, oh Lord, I enjoyed back in my sin over there. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വേർപെട്ടുവെങ്കിലും പിന്നീടും ആ പാപത്തിന്റെ അതിലേക്ക് പാപത്തിന്റെ ഇച്ഛകളിലേക്ക് നമ്മളും പോകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കുന്നത്. In Galatians, Paul is very much understanding the concept beautifully for us. In chapter 5 over there, this is the struggle of the human flesh and the Spirit of God over here. നമ്മൾ ഇതിന്റെ വളരെ വ്യക്തമായിട്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡവും അതുപോലെ ആത്മാവിന്റെയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. Dear listeners and believers, the Bible is raising our attention very clearly over here how we should turn back once and for all from the life of sin, looking to the promise of God, moving forward in the hope which He has given for us. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിരിക്കുന്ന കാര്യം, നമ്മൾ എന്നേക്കുമായിട്ട് പാപത്തിന്റെ ഇച്ഛകളിൽ നിന്ന് എന്നേക്കുമായിട്ട് വിടുവിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കർത്താവിലേക്ക് നോക്കി നമ്മുടെ ക്രിസ്തുവിനെ നയിക്കാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So the question still remains in all our lives, is there an idol then when we move forward in hope? നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നു, നമ്മൾ പിന്നെയും ആ വിഗ്രഹങ്ങളിലേക്ക് നമ്മൾ തിരിയാറുണ്ടോ? That is where Bible is helping us to avoid learning from the mistakes of Israel over there. അതുകൊണ്ട് ഈ ചരിത്രം നമ്മളെ ഓർപ്പിക്കുന്നത്, ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നത്, ഇസ്രായേൽ ജനം പിന്തിരിഞ്ഞു പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുവാനായിട്ട് ഇടയാകരുത് എന്നാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. Now what was the context? Let's now see the history in chapter 32. ഇനി എന്താണ് ഈ 32-ാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്? We understand Moses is not with them for 40 days over there. Moses was getting instructions for the tabernacle, for the worship from the living God.
ഇവിടെ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തോടു കൂടെ ഇപ്പോൾ മോശയില്ല. മോശ 40 ദിവസം ആ സീനായ് പർവ്വതത്തിലായിരുന്നു. അവർക്ക് ആ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള അതിന്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുവാനായിട്ടാണ് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയത്. ഇപ്പോൾ മോശ ഇസ്രായേൽ ജനത്തോടു കൂടെ ഇല്ല. And when Moses is away, Aaron is taking leadership of the entire Israel people over there. അവിടെ മോശയില്ലാത്ത മോശയുടെ അഭാവത്താൽ അഹരോനാണ് ഇസ്രായേൽ ജനത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണവും അഹരോന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. And when the people is coming approaching Aaron over here, they are asking how they wanted to worship. They are telling over there, and Aaron demonstrates what a leader of Israel should not be over there, or may I say what a believer should not be over here. ഇവിടെ അഹരോന്റെ അടുക്കിലേക്ക് ആ ഇസ്രായേൽ ജനം വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. And Aaron demonstrates over here what a leader should not be, or may I say specifically what a believer should not be in his or her life. ഈ അഹരോന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ ആ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ആ ലീഡർഷിപ്പ് എടുത്തത്, അതുപോലെ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ലീഡർഷിപ്പ് എടുക്കരുത് എന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. So shall we step into Aaron's life and understand what are the areas of failure in Aaron's life over here? ഇവിടെ നമ്മൾ അഹരോന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാൽ അഹരോന്റെ ആ ജീവിതത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ദൈവം ഓർപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. Now this is an example. God is very specific in the scriptures how we should not behave like Aaron over here. ഇത് നമ്മുടെ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുന്നത് അഹരോനെ പോലെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കരുത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. Now I request one uncle to please escalate Exodus 32 verse 1 for our reading and attention. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരന്മാര് പുറപ്പാട് ദിവസം 32-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കണമെന്ന് അപേക്ഷിക്കും. പുറപ്പാട് 32 വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനോ ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. Thank you, Uncle. Now, in this particular verse, here is where Aaron's first mistake we see. He failed to step up when the people saw no one over there. ഇവിടെ ഈ 1-ാമത്തെ വാക്യപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഹരോന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു തെറ്റാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ 1-ാമത്തെ വാക്യത്തിൽ. And that is where when people are looking for a leadership, Aaron is sitting there over there. People are assembling around him. That's what the Bible says. This is how a leadership requires someone to stand up over there. Aaron is not taking a step of leadership over here. അവിടെ അഹരോന്റെ ജീവിതത്തിൽ വന്ന മിസ്റ്റേക്കാണ് നമ്മൾ വായിക്കുന്നത്. അഹരോൻ ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ അവന് അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു. എന്നാൽ സേചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അഹരോനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. This is how we should recognize when God has given us authority, that authority requires us to stand and show the Lord in power. We are not supposed to be waiting for the people to approach us over here. നമ്മുടെ വിശ്വാസികളുടെ കൂട്ടം എന്ന് പറയുന്നത് അനുസരിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഇടയന്മാരെല്ലാം അവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ആലോചനകൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ അഹരോൻ അവിടെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Now I remember the missionaries who came down from various parts of India who had taken a remarkable step of faith when I looked through those words over there. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന അനേക ദൈവദാസന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെല്ലാം വളരെ അധ്വാനശീലരായിട്ട് ഇവിടെ അവരുടെ പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. Now I believe the missionary Nagal, and we sing lots of his songs even at worship and even in devotion, how his stepping up in leadership contributed to the education of many Indians in the South India over there. നാഗൽ എന്ന് പറയുന്ന ആ ദൈവദാസൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് അദ്ദേഹം അനേക പാട്ടുകളൊക്കെ എഴുതി. അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ള നിലയിലും അദ്ദേഹം വളരെയേറെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ്.
We can remember how even the author, the good songwriter K.V. Simon sir also contributed a variety of songs, and how that has given a lot of literature to our Christian devotional life over here. അതുപോലെ തന്നെ ഭക്തദാസനായിരിക്കുന്ന KV സൈമൺ സാർ നമുക്ക് വേണ്ടി അനേക പാട്ടുകൾ നമ്മുടെ ക്രിസ്ത്യകോളത്തിൽ അനേക പാട്ടുകളും അതുപോലെ അനേക കാര്യങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Please remember, the servants of God did not fold their hands and sat there saying that they were leaders or qualified. They took initiative. They took leadership very carefully to do the work of God over there. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസ കൂട്ടത്തിലുള്ള അവരെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യുന്നതായിരിക്കുന്ന ദൈവദാസന്മാർ കൈയും കെട്ടി ഇരിക്കാതെ അവരുടെ ശുശ്രൂഷകൾ അവർക്ക് എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവരിൽ വ്യാപരിച്ച് അതിൽ വളരെ ദൈവനാമമഹത്വത്തിനായിട്ട് തീരുമാനം തക്കോണം വളരെ ഉത്സാഹത്തോടെ അവരെ പ്രവർത്തികൾ ചെയ്യേണ്ടതാണ്. This is how I look at I ask myself, not only as an evangelist, I ask myself as a believer, am I able to step up when God has given me authority in my life? ഞാനൊരു സുശേഷകൻ എന്നുള്ള നിലയിലല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഞാൻ വളരെ ഗൗരവത്തോടെ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഈ സമയം ഞാൻ ചിന്തിക്കുകയാണ്. God is not asking us to do 100 things. God is asking us to do only maybe one thing which God has appointed us to do. 100 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളോട് പറയുകയില്ല, മറിച്ച് ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ദൈവനാമമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And when we do that, we will receive a pat on our shoulders, and this is how God will say, I believe, oh, you are a good and faithful servant over there. നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തോളിൽ തട്ടി നമ്മളെ എൻകറേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Now let's come to Exodus chapter 32 verses the second part, the how Aaron's failures we can reflect over here. Let us not repeat that. He gave into pressure of the people. 32ാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മളവിടെ കടന്നു വരുന്നത്. അവിടെ അഹരോൻ ആ ജനങ്ങളെ വളരെയേറെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ഭാഗത്ത് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. Uncle, it is how he was willing to listen instead of taking a stand over there. അവരുടെ മുമ്പിൽ നിൽക്കാതെ അവരെ എങ്ങനെയാണ് ശ്രദ്ധിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Aaron failed by listening to the mistake of the people over there. ഇവിടെ ദൈവജനത്തിന്റെ അവരെ കേൾക്കുന്നത് വലിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വലിയൊരു അപാകത അഹരോന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. Now why do I say that? Because in chapter 32 verse 1, the people are saying, come make us a god, and Aaron says to them, tear off the gold rings which are in the ears of your eyes, and there Aaron is willing to live into the attitude, into the talks of the people over there. 32ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം അഹരോനോട് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അത് പ്രകാരം അഹരോൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കാതിലെ പൊൻകണക്കുകളെല്ലാം പറിച്ചെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവരിക എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. What is the problem here? Aaron is compromising the truth over there. He knows there is the living Jehovah, but instead of that, he is willing to go into what is the people saying. He is making them an idol over there. ഇവിടെ അഹരോന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു തെറ്റ് നമ്മളിവിടെ കാണുന്നു. അവിടെ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാതെ മറിച്ച് ഇസ്രായേൽ ജനം എന്താണ് പറഞ്ഞത് അതിനനുസരിച്ച് അവരുമായിട്ട് ചേർന്ന് ആ വിഗ്രഹത്തെ ഉണ്ടാക്കുവാനായിട്ട് അഹരോൻ തയ്യാറായതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. A leadership who gave into compromise instead of living for the truth or standing for the truth in his life over there. നേതൃത്വത്തിലിരിക്കുന്ന അഹരോൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ശ്രദ്ധിക്കാതെ എന്താണോ ജനങ്ങൾ പറഞ്ഞത് ആ ജനങ്ങൾ പറഞ്ഞതിനനുസരിച്ച് അവരോട് ചേർന്ന് അവരുമായിട്ട് ഒരു സഖ്യതയിൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഒരു സഖ്യത ഉണ്ടാക്കി അവര്
ഒരു കാളക്കുട്ടി ഉണ്ടാക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. Now, I'm not saying we have to be very hard and fast like a disciplinarian, or we have to be like what I say, what I have to do. This is not what the Bible is teaching over there. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വളരെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ വളരെ കൃത്യതയുള്ളവർ ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല. ദൈവജൻ പറയുന്നതനുസരിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പോകണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പോയില്ല എന്ന് വന്നേക്കാം. The Bible is, no, I think I got that wrong. The Bible is teaching over here how it is important never to compromise to sin over here. ഇവിടെ നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ പാപവുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകുവാനായിട്ട് ഇടയായിട്ട് തീരരുത് എന്നുള്ള കാര്യമാണ്. When we are compromising to sin, we are going away from God. Not only that, we are actually insulting God over there. നമ്മൾ പാപവുമായിട്ട് ചേർന്ന് അതിനോട് താരതമ്യം ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലപ്പെടുക മാത്രമല്ല, ദൈവത്തെ നാം എന്നേക്കുമായിട്ട് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരുവാനായിട്ട് ഇടയാക്കി തീരും. Now coming to the next mistake of Aaron, Aaron started to make excuses in front of God over there, and that is his another failure to be responsible person over there. ഇവിടെ വളരെ ഉത്തരവാദിത്തമുള്ള അഹരോന് വന്ന അടുത്ത പരാജയം എന്ന് പറയുന്നത് ആ കാളക്കുട്ടി ഉണ്ടാക്കി തൻ്റെ ജീവിതത്തിൽ വലിയൊരു പരാജയം തന്റെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Now let us come down to chapter 32 verses 22 to 23 over there. നമ്മള് പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. Now there we read Moses is now placing an inquiry when he comes from the mountain. അവിടെ ജനം താഴെ അവിടെ ജനത്തെ കുറിച്ച് മോശ ചില കാര്യങ്ങൾ അറിയുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. Uncle, please help us read these two verses to understand the mistake of Aaron over here. അവിടെ അഹരോന്റെ ജീവിതത്തിൽ പറ്റിയ ആ തെറ്റ് എന്താണെന്ന് ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Which verse, brother? 32 verse 22 to 23. 32-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് ദിവസം 22-23. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുത്, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പേ നിൽക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രൈമിൽ കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്നു ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. Thank you, uncle. Now Aaron's mistake was he started to make excuses for his errors over there. More than that, he started blaming the Israel over there. ഇവിടെ അഹരോന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു അബദ്ധമാണ് നമ്മൾ ചിന്തിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ആ കാളക്കുട്ടി ഉണ്ടാക്കിയെങ്കിലും മോശയുടെ മുമ്പാകെ താൻ ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു ക്ഷമ പറയുന്നതും അതുപോലെ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ട് ഇസ്രായേൽ ജനത്തെ അനുസരിച്ച അഹരോനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Now when we go through a problem, when we are realizing this is a mistake, when we are in leadership God has placed, this is what God expects. How we are able to accept where we are wrong first of all. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലുള്ള ഇരിക്കുന്നവരുടെ ജീവിതത്തിലും എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം ഭാഗം ഏറ്റു പറഞ്ഞ് നമ്മൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കേണ്ടത് ആവശ്യകരമായിരിക്കുന്ന കാര്യം. The problem with Aaron was he was not willing to look at himself where he failed in front of the people over there. അവിടെ അഹരോൻ തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കാതെ ഇസ്രായേൽ ജനത്തെ കുറ്റം പറയുന്ന ഒരു അഹരോനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. This is the problem with a human heart, where a human heart is looking to only justify himself or herself when they go through a wrong over there. അവിടെ അഹരോൻ ചെയ്യുന്നത് പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരിലേക്ക് തന്നെ നോക്കാതെ അവരെ തന്നെ
ന്യായീകരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Let us go back to the Garden of Eden. What happens over there when God asked Adam over there? നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് പോവുകയാണെങ്കിലും അവിടെ നമുക്ക് ആ സംഭവം കാണുവാനായിട്ട് സാധിക്കും. When God asked Adam, what is happening? The woman you gave, he is immediately blaming over there. അവിടെ ആദം ദൈവത്തോട് പറയുന്നത്, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന ആ സ്ത്രീയെയാണ് ആദം കുറ്റപ്പെടുത്തുന്നത്. It is easy to accuse someone over there when we have to justify. That is because sin is at our heart over there. നമ്മളെ തന്നെ അത് നോക്കാതെ നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ കുറ്റം ചാരുന്നതും അത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The Bible hates such actions of humans over there. That is one lesson which we can remember, how God did not appreciate Aaron's life over there. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം, അഹരോന്റെ ജീവിതത്തിൽ വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും വരാതെ വണ്ണം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. Dear listeners and believers, we are accountable for every word, every action that we are doing in our human life over here. പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിലും ഏത് വാക്കുകളും അതുപോലെ ഏത് വാക്കുകൾ ഉപയോഗിക്കുന്നു, അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തികൾ നാം ചെയ്യുന്നു, അതിനെല്ലാം നമ്മൾ ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. Let us read from the Epistle of Corinthians. Paul, when he is reaching to the Corinthians, when their faulty lifestyle, addresses very important verse in 5 verse 10 of 2 Corinthians. 2 കൊരിന്ത്യർ 5:10 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരുടെ ജീവിത രീതികളൊക്കെ കണ്ടിട്ട് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. Uncle, please help us read 2 Corinthians 5 and verse 10. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം പ്രാപിക്കേണ്ടതിനോ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. Each one, thank you uncle, each one may receive compensations for what he has done through the body. The Bible is clear, he will be receiving the account of his actions over there. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് അവനവൻ ഓരോരുത്തരും ശരീരത്തിൽ ഇരിക്കുമ്പോൾ വായിക്കുന്നത്. So the Bible addresses very specifically the importance of how our lifestyle is important to keep ourselves pure and holy to God. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് ആജ്ഞാപിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്നെല്ലാം കാണുന്നത്. In the life of Aaron, when God gave him a leadership, he failed not by even accepting his own failure. He only looked at to pinpoint fingers at everyone over there. ഇവിടെ അഹരോന്റെ ജീവിതത്തിൽ അഹരോനെ ആ ഇസ്രായേൽ ജനത്തിന്റെ നേതാവായിട്ട് മാറ്റി വെച്ചുവെങ്കിലും തന്റെ ജീവിതത്തിൽ വന്ന ആ തെറ്റ് അത് ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ മേലാണ് തന്റെ ആ കുറ്റം ആരോപിക്കുന്നതായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നു. In verse 24 we see Aaron is being having problem in another area of his life, how he failed to take responsibility for his actions over there. 24-ാമത്തെ വാക്യപ്രകാരം നമ്മൾ അഹരോന്റെ ജീവിതത്തിൽ വന്ന ഒരു തെറ്റ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ വന്ന അടുത്ത ആ തെറ്റാണ് നമ്മളവിടെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. Uncle, please help us read Exodus 32 verse 24. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കാം. 24. ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എന്റെ പക്കൽ തന്നു. ഞാൻ അത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു.
A man who was supposed to be in leadership, he is now only saying he did according to what the people wanted, and now he is failing to take his responsibility for his actions over there. വിശ്വജനത്തിന്റെ നേതാവായിട്ട് അഹരോനെ തിരഞ്ഞെടുത്തുവെങ്കിലും തൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റാണ് നമ്മളിവിടെ വായിക്കുന്നത്. താൻ വിശ്വജനത്തിന്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ജനങ്ങൾ എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് അഹരോൻ ചെയ്ത കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. This is the problem where we should remember sin is not allowing us to look forward to be responsible believer over here. ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ അഹരോന്റെ ജീവിതത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. And finally in verse 25, because of Aaron's actions we see what is happening with the people over there. ഇവിടെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വജനത്തിന് പിന്നീട് വന്ന കാര്യമാണ് നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. How the people were out of control over there. അവിടെ വിശ്വജനം അഴിച്ചുവിട്ട ജനത്തെ പോലെ കെട്ടൊഴിഞ്ഞവരായിട്ട് വിശ്വജനം മാറിയതായിട്ട് നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. Now that's a lesson which we should take back into our family, into our church, in our day-to-day life also we are. ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലും അതുപോലെ സഭാ ജീവിതത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ട വലിയൊരു പാഠമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. A leader is a man who is standing in the way between God and the people, or between God and the family, as a husband, as a man of the house over there. നമ്മുടെ കുടുംബത്തിലായാലും അതിൽ സഭയുടെ ജീവിതത്തിലായാലും ലീഡർ എന്ന് പറയുന്നത് ആള് എന്ന് പറയുന്നത് അത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ലീഡർ ഇരിക്കുന്നത്. This person stands in the mediating position. I'm not saying he is like Jesus Christ. He stands as the person who knows what is the boundary he or the family or the generation has to keep over there. ഇവിടെ ജനത്തെ നയിക്കേണ്ടതായിരിക്കുന്ന അഹരോന്റെ കാര്യമാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ ചിന്തിക്കുന്നത്. താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലീഡർ ആയിരുന്നുവെങ്കിലും തന്നെ അതിൽ നിന്നെല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. He failed to understand what is God's calling in his life, and that's the result of his action over there. The people were out of control over there. വിശ്വജനത്തെ നയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈ അഹരോന്റെ ജീവിതത്തിൽ ചെയ്ത ഈ തെറ്റുമൂലം ഇസ്രായേൽ മുഴുവനായിട്ടും കെട്ടഴിഞ്ഞവരെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നു. Now God will, by the grace of God, we are entering into parenthood, and this is a message I take back every comment in this verse over there in our personal life. If in our family life, if we fail in leadership as parenthood, our generation can be also living an out of control life over there. ദൈവകൃപയാ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ പാരന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ കർത്തവ്യം നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറകൾക്ക് അതിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. This is an important lesson. How we exercise devotion to God, how we exercise our faith in God, it should be carried out to our next generation. Otherwise, our generation will be all going away from God. ഇത് പ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് ചേർന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിലായാലും സഭയിലായാലും അവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. So what did we examine in the last few minutes? Let us take a revision over here. അവസാനത്തെ കുറച്ച് സമയം നമ്മൾ രണ്ടാമത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. This is how we started by looking what is an idol in the life of a human over there. നമ്മൾ ആരംഭിച്ചത് എങ്ങനെയാണ്, എന്താണ് ഒരു
വിഗ്രഹങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന വിഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത്. We recognized from the book of Exodus 32. Exodus 32 talks about the golden calf which Israel demanded. Aaron provided over there. 32-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അഹരോൻ ആ കാളക്കുട്ടിയെ അവർക്ക് വാർത്തുണ്ടാക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ 32-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. Now the problem was not in what they made, the problem was in their heart. They were going away from God over there. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയതല്ല, മറിച്ച് അവരുടെ ഹൃദയം ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. In their heart, when they are going away from God, they are entering into all kinds of sin, wickedness, and areas of replacing image of a God with something detestable in front of God. അവർ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു പോയപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ലൗകികമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന കുറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. We learned from the Acts of Apostles how their heart was turning back to Egypt and say, Lord, I was enjoying my life in slavery over there. നമ്മൾ once again brother, the people of Israel were turning away their heart away from God. From Acts we learned how they were enjoying a life of slavery over there. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകലപ്പെട്ടു പോയപ്പോൾ അവരുടെ ഹൃദയം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന അടിമത്തത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട്. And that is how Acts of Apostles, Stephen the martyr says it very clearly over there, how they wanted to go back to Egypt instead of looking forward with God over there. അവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിൽ വായിച്ചതുപോലെ സ്തെഫാനോസ് ചെയ്യുന്ന പ്രസംഗത്തിൽ ഇസ്രായേൽ ജനം അവരുടെ ഹൃദയം കനാൻ ദേശത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം ഈജിപ്തിലേക്ക് തിരിയുന്നതായിട്ടും അവിടേക്ക് തിരിച്ചു പോകുന്നതായിരിക്കുന്ന ആ പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കുന്ന ഒരു കാര്യം അവിടെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുവല്ലോ. Now when we come later from chapter 32, we understand what happens over there when Moses is away for 40 days, how Aaron's life is a reminder we should not repeat that over there. 32-ാമത്തെ അധ്യായത്തിലേക്ക് മോശയുടെ അഭാവത്തിൽ സംഭവിച്ച കാര്യമാണ് നമ്മളവിടെ വായിച്ചത്. അഹരോൻ കാളക്കുട്ടിയെല്ലാം ഉണ്ടാക്കി അത് പ്രകാരം അവരുടെ ജീവിതത്തിലെ ഈ വിഗ്രഹം വരുവാനായിട്ട് ഇടയാക്കി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതെ വണ്ണം വളരെ സൂക്ഷിച്ചിരിക്കേണ്ടത് ആവശ്യകരമായിരിക്കുന്ന കാര്യമാണ്. An Aaron who did not rise up when Moses just went away for 40 days, he was failing to stepping up over there. ഇവിടെ നമ്മൾ മോശയുടെ അഭാവത്താൽ അഹരോൻ ചെയ്ത തെറ്റാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ഇസ്രായേൽ ജനത്തെ ശരിക്ക് അവരെ ദൈവത്തിന്റെ ജനത്തെ അവരുടെ മുമ്പിൽ നിൽക്കാതെ ആ ഉത്തരവാദിത്തം ശരിക്കും ചെയ്യാതെ തന്റെ ജീവിതത്തിൽ തൻ്റെതായിരിക്കുന്ന ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. Aaron who gave in to the pressure when people were pressuring him, he was ready to do whatever the people wanted over there. ഇസ്രായേൽ ജനം അഹരോനെ വളരെ നിർബന്ധിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യപ്രകാരം അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നു. We learned about excuses, how we should not compromise in life, how we should avoid making excuses in front of God in our way. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മളിൽ തന്നെ അത് ന്യായീകരിക്കാതെ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യകരമായിരിക്കുന്ന കാര്യമാണ്. Thank you. It is important how we should take responsibility for our mistakes, our actions over here. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ അത് തെറ്റില്ലാതെ വണ്ണം ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. In verse 24 we understand how Aaron was failing over there. Aaron was not willing to accept the mistake of his life over there. 24-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് പ്രകാരം അഹരോന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു തെറ്റാണ് നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. And when we concluded in Aaron's life, we saw how Aaron was willing to listen and what is the consequence of that action.
everyone was out of control, and we examined how that out of control can be also in our family life if we are not good in parenting or in leadership over there. ഈ അഹ്റോന്റെ ജീവിതത്തിൽ ആ ജീവിതമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി അവസാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അഹ്റോൻ ചെയ്ത ആ തെറ്റുമൂലം ആ ഇസ്രായേൽ ജനം മുഴുവനും അഴിച്ചുവിട്ടപ്പെട്ടവരായിട്ട് കട്ടഴിഞ്ഞവരായിട്ട് അവർ തീരുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും അതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലെല്ലാം അഹ്റോനെ പോലെ ആകാതെ നമ്മളെ ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ ദൈവനാമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുവാനായിട്ടാണ് ഇതിലൊരു പാഠമായിട്ട് ദൈവം നമുക്ക് നൽകുന്നത്. Now, I am also young over here. There are many youngsters. Even when we stand to teach, or even those in the leadership in the assembly, we all are human. There are areas where we can fail in our life. നമ്മുടെ ജീവിതത്തിലും അനേക ലീഡേഴ്സ് നമ്മുടെ സഭാ ജീവിതത്തിലുണ്ട് എങ്കിലും അവരുടെ ജീവിതത്തിലും ചില തെറ്റുകളൊക്കെ വരുവാനായിട്ടൊരു സാധ്യതയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളത്. But we are called to live together, not in separation. We are called to live together in unity. That is what the Holy Word of God reminds us. എന്നാൽ അങ്ങനെയാണെങ്കിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഏക മനസ്സോടെ ഒന്നിച്ച് ഒരിക്കലും ഒരു വിഭാഗീയത ഉണ്ടാകാതെ ഒരുമിച്ച് പോകുവാനായിട്ട് ആണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So when we have a problem, it requires accountability, and accountability with one another. We pray for our faith to grow stronger. Our responsibility, we will not fail to even forget the responsibility of our lives over there. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നമ്മളിലുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് ദൈവനാമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So it requires a prayer from a family member. It requires a prayer from our own wives over there. How we should be able to stand strong in faith even amidst challenges over there. നമ്മുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് നമ്മൾ ദൈവമാകെ വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മളതെല്ലാം അഭിമുഖീകരിക്കേണ്ടത് വളരെ ആശയകരമായിരിക്കുന്ന കാര്യമാണ്. A prayer of a believer is what the servant of God says, how Billy Graham, the servant of God says, how God is waiting to listen and give answers because his heaven is full of answers over there. ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ കർത്താദാസൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യകരമായിരിക്കുന്ന കാര്യമാണ്. കാരണം ആ സ്വർഗത്തിൽ മുഴുവൻ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. No, heaven is full of answers for the believers' prayers. ഓക്കെ സോറി ബ്രദർ. ബില്ലി ഗ്രഹാം പറയുന്നത് നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും അതിന്റെ ഉത്തരം നൽകുവാനായിട്ട് സ്വർഗം എപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്നാണ് ആ കർത്താദാസൻ പറഞ്ഞത്. Dear believers, let us not forget what happens when we turn away from God. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത് ആവശ്യകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു പോകാനായിട്ട് ഇടയാക്കിയത്. We continue from here tomorrow by remembering 4 challenges Israel went through in chapter 32 regarding idolatry. What is happening in their life as we move forward? നാളെ നമ്മൾ ചുരുക്കമായിട്ട് ഈ അധ്യായത്തിൽ നിന്ന് തന്നെ 4 കാര്യങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇസ്രായേൽ ജനത്തിന് വന്ന സംഭവിച്ച വലിയ 4 കാര്യങ്ങളാണ് ഈ 32ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ തുടർച്ചയായിട്ട് നാളെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. May the Lord help us with these words. May his name be glorified. ദൈവത്തിന്റെ വചനത്തിൽ മുമ്പിൽ വചനം പറയുവാനായിട്ട് ദൈവം തന്നെ ബലപ്പെടുത്തി